ഗ്രാബിയിലേക്ക് വന്നത് തന്നെ ഈ ഒരു ഡേ ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. ഹോങ് ഐലൻഡ് ടൂർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബോട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ടീമിന്റെ ആൾക്കാർ വന്നിട്ട് രാവിലെ നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുപോകും. ബോട്ട് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഡീലക്സ് ബോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റോപ്പ് ഹോങ് ലഗൂൺ ആണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ് ഈ ഒരു ഹോങ് ലഗൂൺ എന്ന് പറയുന്നത്. നല്ല കാം ബ്ലൂ ഗ്രീൻ വാട്ടർ ആണ്, ചുറ്റും ലൈം സ്റ്റോൺ ക്ലിഫ് ഒക്കെയാണ്. നമ്മൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു പോയി. നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹോങ് ഐലൻഡും അവിടുത്തെ 360 വ്യൂ പോയിന്റും ആണ്. ഇത് ഇവിടുത്തെ ഒരു ഷാലോ സാൻഡി ബീച്ച് ആണ് ആൻഡ് ടെർക്കോയിസ് വാട്ടർ ആണ് കേട്ടോ. ശരിക്കും ഒരു പോസ്റ്റ് കാർഡ് കാണുന്ന പോലെ ഉണ്ട്. ബീച്ച് സൈഡിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് 360 വ്യൂ പോയിന്റിലേക്കാണ്. ഒരു 400 സ്റ്റെപ്പ് കയറി മുകളിലെത്തണം. മുകളിലെത്തിയ കിടിലൻ വ്യൂ ആണ്. നമുക്ക് എല്ലാ ഐലൻഡും ഫുൾ ആയിട്ട് കാണാൻ പറ്റും. തിരിച്ച് താഴെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചു നേരം നീന്താൻ ഓർത്തു. എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ ഇവിടെ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീന്തൽ അറിയില്ലെങ്കിലും ഞാനൊന്ന് സ്നോർക്കൽ ചെയ്തു. കുറച്ച് മീനിനൊക്കെ ഞാനും കണ്ടു. അടുത്ത നമ്മളെ സ്റ്റോപ്പ് ലവ് ലാൻഡിംഗ് ഐലൻഡ് ആണ്. അപ്പോഴത്തേക്ക് ബോട്ട് ചാട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മൾ വേഗം ബോട്ടിലെ കയറി. ഇത് പാരഡൈസ് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇവിടെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമബിൾ സ്വിംഗ് ഉള്ളത്. ഇവിടെയും ഇതേപോലെ ക്ലിയർ വാട്ടർ ആണ്. കുറച്ചും കൂടി ഒരു ട്രോപ്പിക്കൽ വൈബ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. പക്ഷെ ഞങ്ങൾ എത്തിയ സമയം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു. നമുക്ക് തേർഡ് ഒരു ഐലൻഡ് പക്ബി ഐലൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് അത് മിസ്സായി. പക്ബി ഐലൻഡിൽ മെയിൻ ആയിട്ടുള്ളത് അവിടുത്തെ സാൻഡ് ബാർസും യൂണീക്ക് ആയിട്ടുള്ള റോക്ക് ഫോർമേഷനും ഒക്കെയാണ് കേട്ടോ. പക്ഷെ നല്ല മഴയായതുകൊണ്ട് ബോട്ട് ഇങ്ങനെ ആടി കളഞ്ഞ് പോകുമ്പോൾ ഞാൻ നല്ല പേടിച്ച് വറച്ചാണ് ഇരുന്നത്. പക്ഷേ ഭാഗ്യത്തിന് വലിയ കേടുപാടില്ലാതെ നമ്മൾ അവനാങ്ങെത്തി.